പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ ഭരണസമിതി പ്രഥമ ബജറ്റ് അവതരിപ്പിച്ചു. ആകെ 25,62,8,312 രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് പ്രസിഡന്റ് സി ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ വൈസ് പ്രസിഡന്റ് ടി കെ ദീപ അവതരിപ്പിച്ചത്. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ് MG റോഡ് കാസർഗോഡ്. ലൈഫ് PMAY ഭവന നിർമ്മാണ പദ്ധതിക്ക് മുൻഗണന നൽകിക്കൊണ്ട് 10 കോടി രൂപയാണ് പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് 2026-27 വർഷത്തെ ബജറ്റിൽ വകയിരുത്തിയിട്ടുള്ളത്. വെറ്റിനറി ക്ലിനിക് ഉൾപ്പെടെയുള്ള മൃഗസംരക്ഷണ മേഖലയിൽ പാലുൽപാദന വർധനവ് ലക്ഷ്യമാക്കി നൂതന പദ്ധതിയും കൃഷി, ക്ഷീരവികസനം, വ്യവസായം ഉൾപ്പെടെയുള്ള വിവിധ വികസന പ്രവർത്തനങ്ങൾക്കായി 1,60 ലക്ഷം രൂപയും നീക്കിവെച്ചു. കാമുകളുടെയും കുളങ്ങളുടെയും പൊതുസ്ഥലങ്ങളുടെയും പുനരുജ്ജീവനം ലക്ഷ്യമാക്കിക്കൊണ്ട് പുനർജനി എന്ന പദ്ധതിയും ഈ വർഷം ഏറ്റെടുത്ത് നടപ്പിലാക്കും. പ്രകൃതി സംരക്ഷണത്തിനും കാർഷികോൽപാദന വർധനവിനും വേണ്ടി കാർബൺ ന്യൂട്രൽ ബ്ലോക്ക് എന്ന പേരിൽ പ്രത്യേക പദ്ധതിയും തയ്യാറാക്കും. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്കായുള്ള പദ്ധതിക്കും ഡയാലിസിസ് സെൻ്റർ പ്രവർത്തനങ്ങൾക്കുമായും തുക നീക്കിവെച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സമഗ്ര വികസനത്തിനായി സേവന മേഖലയിൽ 5,12 ലക്ഷം രൂപയുടെയും പശ്ചാത്തല മേഖലയിൽ 2.05 കോടി രൂപയും വകയിരുത്തി. വനിതകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനും തെയ്യം കലാകാരന്മാർക്ക് ആടയാഭരണങ്ങൾ നൽകുന്നതിനും തുകയുണ്ട്. കൂടാതെ പട്ടികവർഗ മേഖലയിൽ ഊര് മഹോത്സവം നടത്താനായി 4 ലക്ഷം രൂപയും അനുവദിച്ചു. ഇങ്ങനെ ആകെ 26,54,15,539 രൂപ വരവും 25,62,8,312 രൂപ ചെലവും 92,07,227 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ PV അനു, TV ജയചന്ദ്രൻ, P രഘുനാഥ്, K രജിത, ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒക്ലാവ് കൃഷ്ണൻ, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റൈന തോമസ്, ബ്ലോക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ പാറക്കോൽ രാജൻ, KP ചിത്രലേഖ, ജെസി ചാക്കോ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ET ജോസ്, P ഗംഗാധരൻ നായർ, AV ഭാസ്കരൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ A കൃഷ്ണരാജ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി K സുനിൽകുമാർ സ്വാഗതവും ഹെഡ് അക്കൗണ്ടന്റ് T അനീഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, വളരിക്കോട്.